പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം കരഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്താവനൻ കാര്യം നടത്തി തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം കരഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്താവനൻ കാര്യം നടത്തി തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഏവർക്കും ചിന്താശകലം മോർണിംഗ് മെസ്സേജിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രഭാതം കൂടി കാണുവാൻ ദൈവം ഇടയാക്കി ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യാക്കോബിൻ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം. യാക്കോബിൻ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. പ്രിയ ദൈവജനമേ, നമ്മുടെ മുമ്പിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവം കാണിക്കുന്നുണ്ട്. ഒരു പെട്രോൾ ഇല്ലാതെ പെട്രോൾ വറ്റി ബൈക്ക് തള്ളി പോകുന്ന സഹോദരൻ, ഒരു വ്യക്തി, തീരാ വ്യാധി പിടിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിടിച്ച് ലൈറ്റ് അടിക്കുവാനും അതുപോലെ തന്നെ കീമോ ചെയ്യുവാനും വേണ്ടി കൊണ്ടുപോകുന്ന രോഗികൾ, മറ്റ് പല സഹായങ്ങളും ആവശ്യമാകുന്ന ചില ഭവനങ്ങൾ. പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം പലപ്പോഴും മാറിപ്പോകുകയല്ലേ ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലുള്ള അധിക ബ്ലഡ് കൊടുക്കുവാൻ നാം തൽപരരല്ല. മിഷന് ബ്ലഡ് ഫോർ ബ്ലഡ് ബാങ്ക് എന്നൊരു ശുശ്രൂഷ ഉണ്ടല്ലോ. എനിക്കിപ്പോൾ ഷുഗറുള്ള പേരിൽ എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ 3 മാസം കൂടുമ്പോൾ തൃശ്ശൂർ IMAയിൽ ഞാൻ ബ്ലഡ് കൊടുക്കാറുണ്ട്. ഞാൻ ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പലപ്പോഴും ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ പലരും വിമുഖത കാണിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന പലരുടെയും ആവശ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ തല തിരിച്ചു പോകുകയല്ലേ ചെയ്യുന്നത്? പ്രിയ ദൈവജനമേ, അതിന് ഉത്തമ ഉദാഹരണ വാക്യമാണ് വായിച്ചു കേട്ടത്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. എൻ്റെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ ഒരു വസ്തു ദൈവം കാണിക്കുന്നത്, അത് അതിനോട് നിങ്ങൾ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, എല്ലാവരും പറയണമെന്ന് പറഞ്ഞില്ല, പക്ഷെ നമ്മുടെ അല്പമെങ്കിലും പരിചയമുണ്ടെങ്കിൽ ഒന്ന് ആ വ്യക്തിയെ വണ്ടിമേൽ കയറ്റിയാൽ എന്ത് നഷ്ടം വരും നമുക്ക്? പലപ്പോഴും ക്രിസ്തീയ ജീവിതം പ്രാക്ടിക്കൽ തലങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിൽ ഞാൻ നിങ്ങളും പരാജയപ്പെടുകയല്ലേ ചെയ്യുന്നത്? ഇനി മറ്റൊരവസ്ഥ പറയുന്നത്, പാരമ്പര്യ സഭകളിൽ ഒത്തിരി ചാരിറ്റി വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ചാരിറ്റി ചെയ്യുമ്പോഴും യേശുവിനെ പ്രസന്റ് ചെയ്യുവാൻ, യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് പറയുവാൻ അവരും മടി കാണിക്കല്ലേ ചെയ്യുന്നത്? ഇത് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം.
നമ്മൾ ചെയ്യുന്ന ചാരിറ്റിയിലൂടെ അനേക ഉപകാരമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ സ്ഥൂല കാരണം യേശു കർത്താവാണ്, യേശു കർത്താവ് സ്നേഹമാണ് ഇത് ചെയ്യാൻ ഞങ്ങൾ പ്രേരിപ്പിക്കുന്നത് എന്ന്, അവന് കൂടി മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ചാരിറ്റിയൊക്കെ വൃഥാവിലാണ്. അതുകൊണ്ട് നന്മ ചെയ്യുവാൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. അതാണ് നമ്മൾ നല്ല ശമരക്കാരൻ്റെ ഉപമയിൽ നമ്മൾ പഠിക്കുന്നത്. ദൈവകൃപയാൽ ഞാൻ ഇന്നലെ കാലത്ത് എത്തുവാൻ ദൈവം സഹായിച്ചു. ക്ഷീണം അല്പമുണ്ടെങ്കിലും ദൈവകൃപ പ്രാപിച്ച് ഇന്നലെ എന്നെ ശുശ്രൂഷകളിൽ പോകുവാൻ ദൈവം സഹായിച്ചു. നമ്മുടെ പ്രയർക്കാട് മിക്ക സ്ഥലങ്ങളിലും കൂട്ടായ്മകൾ എത്തിക്കാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ചുകൂടി കോപ്പികൾ ബാക്കിയുണ്ട്. ആർക്കെങ്കിലും എത്താൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ പ്രയർക്കാട് എത്തിക്കുന്നതായിരിക്കും. സ്തോത്രം. നമ്മുടെ എല്ലാ ദിവസങ്ങളും അത് ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറക്കരുത് എന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുകയാണ്. നമുക്ക് ആ പ്രയർക്കാടിൽ നമുക്ക് പ്രാർത്ഥന വിഷയങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന്, ശുശ്രൂഷകളിൽ ദൈവകൃപ വ്യാപരിക്കുവാൻ, മിഷണറി ട്രെയിനിങ് കോഴ്സിനു വേണ്ടി, ആത്മനിറവുള്ള ദൂതുകൾക്കായി സാമ്പത്തികം, യാത്രാ ക്രമീകരണങ്ങൾ, ഹർത്താലുകൾ ഉണ്ടാകാതിരിക്കുവാൻ, ഭാരവാഹികൾ ഏകാഭിപ്രായത്തിൽ പ്രവർത്തിക്കുവാൻ, പന്തലും പരിസരവും ദൂതന്മാരുടെ കാവലിലാകുവാൻ പ്രയർ അംഗങ്ങളെ ഓർത്ത്, സ്റ്റാൾ ശുശ്രൂഷകൾക്കായി, മുഴുരാത്രി പ്രാർത്ഥനയ്ക്കായി, സുവിശേഷകർക്കുള്ള ബൈബിൾ ക്ലാസ്സുകളുടെ അനുഗ്രഹത്തിന് വേണ്ടി. ഈ വെള്ളിയാഴ്ച നമുക്ക് പട്ടിക്കാട് പ്രൊമോഷൻ മീറ്റിംഗ് ആണ്. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാറിന് ടയറിൻ്റെ ചില പ്രയാസങ്ങളുണ്ട്, അതെല്ലാം തീർവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കരുതുന്ന കർത്താവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകൾ, ഞങ്ങളുടെ ചിന്താശകലം മോർണിംഗ് മെസ്സേജ്, ഇന്നത്തെ ഞങ്ങളുടെ ഭവന സന്ദർശനം, ഞങ്ങളുടെ അധ്വാനം, പ്രത്യേക EFT എന്ന ശുശ്രൂഷയോർത്ത് ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ ശുശ്രൂഷകളും അതിൻ്റെ രീതിയിൽ കൊണ്ടുപോകാൻ നീ സഹായിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തിയാട്ടെ കർത്താവേ. നിന്റെ കൃപയെ സൂക്ഷിച്ചാട്ടെ. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.